ഒരു ദശാബ്ദക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇരുന്നു കൊണ്ട് ലോകമെങ്ങുമുള്ള രാജ്യങ്ങളുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിനുള്ള ഒരു ഭരണശില്പി കൂടിയായിരുന്നു മൻമോഹൻ സിംഗ്. പി ബസന്ത് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ബസന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മുടെ ഭരണരംഗത്തുണ്ടായി. അതായത് നയങ്ങളിൽ, പോളിസിയിൽ ഇന്ത്യ വലിയ മാറ്റം കൊണ്ടുവന്നത് PV നരസിംഹറാവു പ്രധാനമന്ത്രിയായി വന്ന അദ്ദേഹത്തിൻ്റെ ആ ടേമിലായിരുന്നല്ലോ. ഉദാരവൽക്കരണം അടക്കമുള്ള നയങ്ങളിലേക്ക് പോകുന്നു, സാമ്പത്തിക രംഗത്ത് വലിയ പരിഷ്കാരങ്ങളിലേക്ക് പോകുന്നു. ആ വലിയ തോതിൽ സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ അതുമായി മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം എത്രയാണോ അതിനേക്കാൾ വലിയ ഊർജ്ജത്തിലായിരുന്നു അന്ന് പ്രതിരോധവും പ്രതിഷേധവും ഒക്കെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ റോൾ വളരെ വലുതാണ് ഇപ്പോഴത്തെ ഇന്ത്യയുടെ ഈ കുതിപ്പിൽ എന്ന കാര്യത്തിൽ ആർക്കും ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതിനുശേഷം അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്കുമൊക്കെ വരുന്നുണ്ട്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പൊളിറ്റിക്സിലേക്കുള്ള എൻട്രിയും അതിന് തുടർച്ചയായി ഡൽഹിയിൽ അദ്ദേഹം ഉണ്ടാക്കിയ സ്വാധീനം, ആ ചർച്ചകളുമൊക്കെ ഈ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അടുത്ത് നിന്ന് കണ്ടയാൾ എന്ന നിലയിൽ വസന്ത് അദ്ദേഹത്തിന് രാജ്യം വിട നൽകുമ്പോൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? രതീഷ്, തീർച്ചയായും രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി അത് കെട്ടഴിച്ചു വിട്ട ഒരു നേതാവായിരുന്നു മൻമോഹൻ സിംഗ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു, അതോടൊപ്പം തന്നെ ധനസെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, പിന്നീട് UGCയുടെ ചെയർമാനായി, അങ്ങനെ ബഹുമുഖ റോളുകളിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സമയത്താണ് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അതായത് നരസിംഹറാവു പ്രധാനമന്ത്രിയായ ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹത്തിന് മൻമോഹൻ സിംഗിൻ്റെ നരസിംഹറാവുവിനൊപ്പം ഉണ്ടായിരുന്ന PC അലക്സാണ്ടർ എന്ന് പറയുന്ന സെക്രട്ടറി അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. രാത്രി വിളിച്ചിട്ട് പറഞ്ഞത്, താങ്കളെ അടിയന്തരമായിട്ട് നരസിംഹറാവുവിനെ ബന്ധപ്പെടണം, താങ്കൾ ധനമന്ത്രിയാവുകയാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് പോയി കാണുമ്പോഴും അദ്ദേഹം അത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ സത്യപ്രതിജ്ഞ ദിവസം രാവിലെ വന്ന ഫോൺ കോൾ UGC ഓഫീസിലേക്കായിരുന്നു. ഉടനടി തന്നെ വീട്ടിൽ പോയി വേഷം മാറി സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരാകണം എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ അന്നാണ് എല്ലാവരും അറിഞ്ഞത് ഇങ്ങനെ ഒരു ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ് ആയിരുന്ന ഒരാൾ ഇന്ത്യയുടെ ധനമന്ത്രിയാകുന്നു എന്നുള്ളത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക ശക്തി എന്താണ് എന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്ത അതിശക്തമായ തീരുമാനങ്ങൾ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചുവെങ്കിലും അദ്ദേഹം കൊണ്ടുവന്നിരുന്നതാണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും, അതായത് ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ വ്യവസായ മേഖലയിൽ വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വഴിവെച്ചുകൊണ്ടുള്ള വ്യവസായ നയത്തിനും നരസിംഹറാവു തുടക്കം കുറിക്കുകയായിരുന്നു. ഇവയാണ് ഇന്ത്യയുടെ ഇന്ന് കാണുന്ന സാമ്പത്തിക പുരോഗതിക്കുള്ള അടിത്തറ പാകിയത് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. വലിയ തോതിലുള്ള അവകാശവാദങ്ങളുണ്ടെങ്കിലും മൻമോഹൻ സിംഗും നരസിംഹറാവും എടുത്ത ആ ഉറച്ച നിലപാടുകൾ അല്ലെങ്കിൽ ആ ഒരു കർക്കശ നിലപാട് തന്നെയായിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മാറ്റിയത്. വലിയ തോതിലുള്ള ബ്യൂറോക്രാറ്റിക് നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ നിയന്ത്രണങ്ങൾ, ലൈസൻസ് രാജ് സംവിധാനം, ഇവയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്വതന്ത്രമായ ഒരു വ്യാപാരത്തിനും സ്വതന്ത്ര വിദേശ നിക്ഷേപത്തിനും മൂലധനത്തിനുമൊക്കെ വഴിവെച്ചുകൊണ്ടുള്ള നീക്കങ്ങളാണ് അദ്ദേഹം തുടക്കമിട്ടത്. അതുപോലെ തന്നെ ബാങ്കിങ് മേഖലയിൽ വരുത്തിയ പരിഷ്കാരങ്ങളും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കുതിക്കുന്നതിന് വഴിവെച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് അതിനുശേഷം വന്ന UPA സർക്കാർ അത് മുന്നോട്ട് കൊണ്ടുപോയ സാമ്പത്തിക പരിഷ്കരണങ്ങൾ കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. മൻമോഹൻ സിംഗ് നരസിംഹറാവു സർക്കാരിന് ശേഷം പിന്നീട് 2 കൊല്ലം രാഷ്ട്രീയ അനിശ്ചിതത്വം വന്നിരുന്നു. അതിനുശേഷം വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ അധികാരത്തിൽ വരുന്നു. ഈ സർക്കാരുകളൊക്കെ തന്നെ ഈ പറയുന്ന ഉദാരവൽക്കരണ നയത്തിൽ നിന്നും വലിയ തോതിൽ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. പിന്നീട് വന്ന UPA സർക്കാരാകട്ടെ ഇതിൻ്റെ ആക്കം വലിയ തോതിൽ കൂട്ടി. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരാകട്ടെ അല്ലെങ്കിൽ BJP സർക്കാരാകട്ടെ അതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം 96-ൽ, അതായത് മൻമോഹൻ സിംഗ് ധനമന്ത്രിയായിരുന്നു കൊണ്ട് നടത്തിയ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ, നരസിംഹറാവുവിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയമായ നടപടികൾ, ഇവയൊക്കെ തന്നെ അന്നത്തെ കോൺഗ്രസ് സർക്കാരിനെ പരാജയപ്പെടുത്തുന്നതിന് വഴിവെച്ചിരുന്നു. 96-ൽ അധികാരം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കമ്മിറ്റിയെ അന്ന് കോൺഗ്രസ് നിയമിച്ചിരുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി, AK ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള സമിതി വലിയ പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം കണ്ടെത്തിയത് ഈ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിന് വഴിവെച്ചത് എന്നുള്ളതായിരുന്നു. അന്ന് നൽകിയ ഏറ്റവും സുപ്രധാനമായ പല നിർദ്ദേശങ്ങളിൽ AK ആൻ്റണി നൽകിയ ഒരു നിർദ്ദേശം കോൺഗ്രസ് വീണ്ടും പഴയ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളിലേക്ക് മടങ്ങിപ്പോകണമെന്നുള്ളതായിരുന്നു. പി ബസന്താണ് വിശദമായി തന്നെ ആ വിവരങ്ങൾ അവിടെ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്.